അതായത് ഈ പെണ്ണിൻ്റെ വീടും ഒക്കെ തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ പാവം നല്ലൊരു മനുഷ്യന്മാരാണ്. നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ്. ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലി. ഈ ഒളിച്ചോട്ടത്തിൻ്റെ വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒരുത്തൻ ഒളിച്ചോടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ പബ്ലിക്കായിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടു. നമ്മളെല്ലാം അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ്. അത് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെണ്ണിനെയും ഇവൻ ഉപേക്ഷിക്കുമെന്ന്. അവൻ്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് അവൻ ഒരു ഭൂലോക ഫ്രോഡാണ് എന്ന്. എന്തായാലും അവർ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തിരിച്ചു വന്നു. ഈ പെൺകൊച്ചിനെ വീട്ടിലൊന്നും കയറ്റിയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ കയറാതെ ഈ പെൺകൊച്ച് നേരെ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പം വീട്ടിൽ കയറ്റി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ നമ്മുടെ മൂപ്പൻസ് വ്ളോഗ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഉണ്ട്, മൂപ്പൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകൊച്ചിനെ ഇവൻ കാണാൻ തുടങ്ങിയത് 4-ാമത്തെ വയസ്സ് തൊട്ടാണ്. അതായത് എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. അതായത് ചേച്ചിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് 4 വയസ്സായിരുന്നു. അന്നേരം തൊട്ട് ഇവൻ ഈ പെൺകുട്ടിയെ അറിയാം. അതായത് വളരെ പൊടിപ്രായത്തിൽ എടുത്തുകൊണ്ട് നടക്കുന്ന പ്രായത്തിൽ. അപ്പം നിങ്ങൾ ആലോചിക്കുക ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്താണെന്ന്. അത് മാത്രമല്ല നിരവധി പെണ്ണ് കേസിൽ പ്രതിയാണ് ഇവൻ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അതായത് ഈ പെണ്ണിൻ്റെ വീടും ഒക്കെ തൃശ്ശൂർ ഗുരുവായൂരിലാണ് ഇവരുടെ വീട്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഫാമിലി പാവപ്പെട്ട ഫാമിലിയാണ്. ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ പാവം നല്ലൊരു മനുഷ്യന്മാരാണ്. നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ്. ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയിലാണ് ഇവൻ ഈ ചെറ്റത്തരം കാണിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് 4 വയസ്സുള്ളപ്പോഴാണ് ഈ പെണ്ണിൻ്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത്. എന്ത് വൃത്തികെട്ടവനാണ് ഈ നാറി എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും ഉണ്ട് കേട്ടാ. അതായത് ഈ പെൺകൊച്ചിനെ റോഡിൽ വെച്ചൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവൻ്റെ ആവശ്യം കഴിഞ്ഞു അവൻ ആ പെണ്ണിനെ ഉപേക്ഷിച്ചു. അതായത് ഇതുപോലെ ഒരു നാറിയൊക്കെ എന്തിനാണെന്ന് കുടുംബത്തിൽ കയറ്റുന്ന ഓരോരുത്തർ. ഇവനൊക്കെ പക്ക ഫ്രോഡാണ് ഇവനൊക്കെ. എന്നിട്ടാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത്. ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലൊക്കെ വെച്ച് തല്ലുമായിരുന്നു എന്ന് പറഞ്ഞു. റോട്ടിലൊക്കെ തല്ലുകയായിരുന്നു പോയിട്ട് ഇവന് ലാസ്റ്റ് വേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടെറിഞ്ഞു പോയത്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവൻ ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ആദ്യം വീട്ടുകാർ കയറ്റില്ലെന്ന് പറഞ്ഞു. ഈ പെണ്ണെന്താ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും? കാര്യം ആ പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട്. പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ 19-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പ്രേമമായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ പ്രേമം എവിടെ വരെ എത്തി? കാര്യം നമ്മളെല്ലാവരും പറഞ്ഞ കാര്യമാണ് ഈ പെൺകുട്ടിയെ ചതിക്കുമെന്ന്. എന്നിട്ട് അവൻ ഓട്ടോയ്ക്കകത്തിരുന്ന് പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾക്ക് ഓർക്കുന്നു, ഞാൻ ഇനി വരും, വന്നിട്ട് ഞാൻ 3 പേരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന്. ഇതുപോലെ ഒരു ഭൂലോക നാറിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയൊക്കെ പൊട്ടിയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിയും ഈ ഒരു പ്രായത്തിൻ്റെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 22 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബോധമുള്ളൊരു പ്രായമാണ്. തീരെ അങ്ങ് പൊടിയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും മനസ്സിലാക്കണ്ടേ, സ്വന്തം ചേച്ചിയെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ പുറകെ പോണത്. അപ്പം തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ ഇവനൊക്കെ വെറും കള്ളനാണ് എന്ന്. ഇതിപ്പോൾ ആറ് ജീവിതമാണ് ഇപ്പം നശിച്ചത്. ആ പെൺകുട്ടിയെ റോഡിൽ വെച്ച് അടിക്കുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ എന്നറിയും. കാര്യം ഈ അടിയും ഇതുമൊക്കെ സഹിച്ചിട്ടാണോ വന്ന് എൻ്റെ ഏട്ടനല്ല എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത്. കൊള്ളാം എന്തായാലും. അപ്പോൾ വീട്ടുകാർ വീട്ടിൽ വന്നിരുന്നോളാൻ പറഞ്ഞു. കാരണം സ്വന്തം അച്ഛനപ്പം അമ്മയ്ക്കാണെങ്കിലും വേദനിക്കൂലേ, എന്തും പിള്ളേർ തെറ്റ് ചെയ്താലും. ആ ഒരവസ്ഥയിൽ നിൽക്കാണ്. പിന്നെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊന്നും ഫാമിലിക്കാർ നിൽക്കണം, അത്രയേ ഉള്ളൂ. പറഞ്ഞ നല്ലൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിലാണ് ഇവൻ ഈ ചട്ടത്തിനെ കാണിച്ചേക്കുന്നത്. ഇവന് കുറേ പെണ്ണ് കേസുണ്ട്. ഇവന് ഇതിനു വേണ്ടി നടക്കുന്നവൻ്റെ ഫേസ് കണ്ടറിയില്ലേ ഇവനെ പോലെ. ശരിക്കും പറഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഫാമിലി തന്നെ നശിപ്പിച്ചു. നിരവധി പെണ്ണുകേസുള്ള ഒരു പരമനാറിയായിരുന്നു ഇവൻ എന്നാണ് പറയണത്. എന്നാലും നമ്മൾ 2 വീഡിയോ ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ സത്യം ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ സത്യങ്ങളെല്ലാം നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഇവർ തൃശ്ശൂരുള്ള ആൾക്കാരാണ്. എന്തായാലും ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത് ആ ഒരു പെൺകുട്ടി ഈ എടുത്ത ചാട്ടത്തിൻ്റെ പുറത്തായിരിക്കാം. പക്ഷേ ഇപ്പോൾ 6 ജീവിതമാണ് നശിച്ചത്. ഇത് എനിക്ക് തോന്നുന്നത് കേസും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവനെ പോലെയുള്ള ഉള്ളവന്മാരെ ഒന്നും ഒരു കാരണവശാലും എവിടെ അടുപ്പിക്കരുത്. ഇവനോടൊന്നും ആരും സഹകരിക്കരുത്. കാര്യം ആ പെൺകുട്ടിയുടെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിനി. ഇവിടെ ആ പെൺകുട്ടി ഒരിക്കലും നമുക്ക് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും 4-ാമത്തെ വയസ്സ് തൊട്ട് ഇവൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ആ പെൺകുട്ടിയെ. മനസ്സിലായ
ആ പ്രായം തൊട്ട്. അപ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടർ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്തരം നാറികളെ ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു കാരണവശാൽ കഴിഞ്ഞാലും നമുക്ക് ഇവനെ ഒന്ന് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ നാടിന് ശാപമാണ്. അത് മാത്രമല്ല, കൂസലില്ലാതെ എല്ലാവരും വന്ന് പറയുന്നത് എല്ലാ തെളിവുകളും ചേച്ചിക്ക് അറിയാം, എല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ട് എന്ന്. ഇപ്പോൾ അവസാനം ആരായി? ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നിലവിളിച്ച് ഇനിയിപ്പോൾ ചേച്ചിയുടെ തൊട്ട് ചെല്ലാനല്ല പറ്റത്തുള്ളൂ. അല്ല ഇനി എവിടെ പോകാനാ? അവസാനം ഈ വീട്ടുകാരെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ വീട്ടുകാരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ചോദിച്ച് മേടിച്ചാണ് ഇതൊക്കെ ചോദിച്ച് മേടിക്കുവാണ്. കാര്യം എന്താ പറയണ്ട, കാര്യം എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ടീമുകളാണ് അതൊക്കെ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലേ പഠിക്കത്തുള്ളൂ. എന്ത് കണ്ടിട്ടാണ് ഇവൻ്റെയൊക്കെ പുറകെ പോണത്? എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഈ നാറിയുടെയൊക്കെ പുറകെ പോണത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യം. എന്തായാലും സംഭവം ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.